ഹായ് നമസ്കാരം, ഞാൻ അബ്ദുൽ ബാരി. ഇപ്പോൾ ഒരു വീഡിയോയിൽ വരാനുള്ള ഒരു കാരണം ഹൈറിച്ച് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ചില മെസ്സേജുകൾ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തതായിട്ട് കണ്ടു. അതിനെ കൃത്യമായിട്ടും എന്താണ് യാഥാർത്ഥ്യം എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിക്ക് അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഒരു വീഡിയോ. കഴിഞ്ഞ 28/1/2025 തൃശ്ശൂർ സെഷൻ കോടതിയിൽ നിന്നും ഹൈറിച്ചിന് എതിരായി ഒരു വിധി വരികയുണ്ടായി. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ അപ്പീൽ പോവാൻ 60 ദിവസം ഉള്ള സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ആക്ഷൻ എടുത്തപ്പോൾ ആ ആക്ഷനെതിരെ ഒരു പെറ്റീഷൻ ഹൈക്കോടതിയിൽ മൂവ് ചെയ്യുകയും അപ്പീൽ പോവാൻ 60 ദിവസം സമയം ഉണ്ടായിരിക്കെ ആ വിധിയുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയപ്പോൾ അതിനെതിരെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. അതിൻ്റെ മുകളിൽ ഒരു 3 ആഴ്ചത്തേക്ക് ഒരു സ്റ്റേ ഓർഡർ വരികയും ചെയ്തു. ഈ സ്റ്റേ ഓർഡർ വന്നതിന് ശേഷം, ഹൈറിച്ചിന് അനുകൂലമായ രീതിയിൽ ഒരു സ്റ്റേ ഓർഡർ വന്നതിന് ശേഷം എല്ലാവരും ഗ്രൂപ്പുകളിലൊക്കെ ആ സ്റ്റേ കിട്ടിയതിൻ്റെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ ജഡ്ജിമെൻറ്റ് പുറത്തിറങ്ങിയപ്പോൾ വിധി പകർപ്പിൽ സ്റ്റേ എന്നുള്ള വാക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഹൈറിച്ചിൻ്റെ ആളുകൾ ജഡ്ജിമെൻറ്റ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാതെ ഗ്രൂപ്പൊക്കെ അഡ്മിൻ ഓൺലി ആയിട്ട് മുങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജഡ്ജിമെൻറ്റിൽ സ്റ്റേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ ഗ്രൂപ്പുകളിലൊക്കെ വിടുന്ന ഒരു മെസ്സേജാണ്. ഞാൻ അതൊന്ന് വായിക്കാം. ഹൈറിച്ച് ഉടമകളുടെ വസ്തുവകകൾ ലേലം ചെയ്യാനുള്ള നടപടി തൃശ്ശൂർ കലക്ടർ കൈക്കൊള്ളുകയും വില്ലേജ് ഓഫീസർ ഈ വസ്തു കലക്ടർ കൈവശപ്പെടുത്തിയതായുള്ള വിവരം ശ്രീമതി ശ്രീനാഥ് ശ്രീധരൻ താമസിക്കുന്ന വീടിൻ്റെ ചുമരിൽ പതിക്കുകയും HDFC ബാങ്ക് അക്കൗണ്ട് കൈമാറ്റത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഹൈറിച്ചിനെ ഈ മെയിൽ എന്നൊക്കെയാണ് എഴുതിയിട്ട് ഇമെയിൽ വഴി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ കമ്പനിയുടെ CEO ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിക്കുകയും പ്രായമായ അമ്മയും 2 കുട്ടികളും താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇടക്കി എന്ന് എഴുതിയിട്ടുള്ളത് ഇറക്കി വിടരുത് എന്ന് അപേക്ഷിക്കുകയും ചെയ്തതിൻ്റെയും നിയമപരമായി അപ്പീൽ സമർപ്പിക്കാനുള്ള സമയം അവശേഷിക്കുന്നതിനാലും 3 ആഴ്ചത്തേക്ക് ബലപ്രയോഗത്തിലൂടെയോ ഭീഷണിപ്പെടുത്തിയോ പ്രായമായ അമ്മയെയും 2 മക്കളെയും ഇറക്കി വിടരുത് എന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചു. എങ്ങനെയുണ്ട്? അപ്പോൾ പ്രായമായ അമ്മയെയും 2 മക്കളെയും ബലം പ്രയോഗിച്ച് ഇറക്കി വിടരുത് എന്നുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. വളരെ നിസ്സാരമായ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ആ ഉത്തരവിൽ എന്നുള്ളതല്ലേ ഇതിന്ന് വരുന്നത്. അപ്പോൾ ബലം പ്രയോഗിച്ച് മാത്രമാണ് ഇറക്കി വിടാൻ പറ്റായി. ഒരു ഓട്ടോറിക്ഷ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഈ 3 പേരും ഈ അമ്മയും 2 കുട്ടികളും ഒക്കെ കൂടി നടന്നിട്ട് അവരെ ഇഷ്ടത്തിന് തന്നെ ആ ഓട്ടോറിക്ഷയിൽ കയറി അവിടുന്ന് അങ്ങോട്ട് പോയാൽ ഇതൊക്കെ ജപ്തി ചെയ്യാം എന്നാണോ അതിൻ്റെ അർത്ഥം? അവിടെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. വിധിപ്പകർപ്പ് പുറത്തു വന്നതോടെ പറഞ്ഞതെല്ലാം നുണയാണ് എന്ന കാര്യം പുറത്തു വരാതിരിക്കാൻ വിധിപ്പകർപ്പ് പങ്കുവെക്കാതെ വാട്സപ്പ് ഗ്രൂപ്പിൽ അഡ്മിൻ ഓൺലി ആക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് ഈ മെസ്സേജ്. ഇത് പല ആളുകളും കൺഫ്യൂഷനായിട്ടും വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ സൈഡിൽ കാണിക്കുന്ന ഇതിൽ ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്ക്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഞാൻ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് വലിയ ഇംഗ്ലീഷൊക്കെ അറിയുന്ന ആളുകളാണ് ഇതൊക്കെ പറഞ്ഞ് പരത്തുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറയാം, കൃത്യമായിട്ടും ഇതിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. ഇത് കോടതിയുടെ വെബ്സൈറ്റിൽ ഓർഡർ പോസ്റ്റ് ആഫ്റ്റർ 3 വീക്ക് സ്റ്റേ എന്നുള്ളത്, സ്റ്റേ എന്ന വാക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ വെബ്സൈറ്റിൽ കൃത്യമായിട്ടും സ്റ്റേ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിധി പകർപ്പിൽ സ്റ്റേ എന്ന് കണ്ടില്ല എന്നുള്ളതാണ്. ഈ വിധി അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് എന്നൊക്കെ പറഞ്ഞത്, സ്റ്റേ എന്ന് പറഞ്ഞത് ഒരു വാക്കാണ്. അത് എല്ലാം കൂടി ഉൾപ്പെട്ട ഒരു വാക്കാണ്. വിധി പകർപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ അതിലുണ്ടാവുക. അപ്പോൾ ഈ കോളത്തിൽ ഇവിടെ സ്റ്റേ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ എന്താണ് വിധി പകർപ്പിൽ കൊടുത്തിട്ടുള്ളത് അതും നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം. നോട്ട് ടു ടേക്ക് കൊയേസീവ് ആക്ഷൻ എഗനിസ്റ്റ് ദ പ്രോപ്പർട്ടി ഓഫ് ദ പെറ്റീഷണർ കവേർഡ് ബൈ എക്സ്റ്റൻഷൻ P1 till the appeal is filed. Not to take coercive action. ഒരു ആക്ഷൻ പോലും എടുക്കാൻ പാടില്ല. ഈ അപ്പീൽ കൊടുക്കുന്നത് വരെ 3 ആഴ്ചക്കത്തേക്ക് അപ്പീൽ കൊടുക്കുന്ന അതുവരെ. ഏതിൽ? ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന കാര്യമല്ല.
എക്സ്റ്റൻഷൻ P1 ഓർഡർ, തൃശ്ശൂർ ബഡ്സ് കോടതിയിൽ നിന്നും വന്ന ഓർഡറിലുള്ള എന്തൊക്കെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണോ അതിൽ വിവരിച്ചിട്ടുള്ളത്, ആ പ്രോപ്പർട്ടീസുകളെല്ലാം ഈ 3 ആഴ്ചത്തേക്ക് ഒരു നടപടിയും എടുക്കാൻ പാടില്ല. ആ വാക്കിനെ തന്നെയാണ് സ്റ്റേ എന്ന് എല്ലാവരും പറയാം. ഇത്തരം ഈ ഒരു കാര്യത്തിനെ വളച്ചൊടിച്ച് അതിൽ സ്റ്റേ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഐറിച്ച് ഓൺലൈൻ ഷോപ്പിൽ അതിൻ്റെ കൃത്യമായ രീതിയിൽ തന്നെ വക്കീലന്മാർ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ ഒരു കമ്പനിയെ കൃത്യമായിട്ടും ആ ഒരു കമ്പനിയെ നശിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു കമ്പനി ഇവിടെ വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടി കമ്പനിക്കെതിരെ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് മാത്രമാണ് ഇത്തരം മെസ്സേജുകളൊക്കെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തു വരുന്നതെന്നുള്ളതിന് ഒരു സംശയവുമില്ല. കാരണം ഈ ഒരു കമ്പനി മാത്രമാണ് ഇത്തരം ആളുകൾക്ക് ലക്ഷ്യം. അതിൻ്റെ കാരണം ഞാൻ പറയുന്നത്, സമ്പത്ത് നഷ്ടപ്പെട്ടിട്ട് ജനങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നതിനെതിരെ ഇവർ ഒരു പൊതു ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളുകളാണെങ്കിൽ ഇന്ന് ഒട്ടനവധി പണം നഷ്ടപ്പെട്ട മേഖലകൾ, ഒട്ടനവധി പണം നഷ്ടപ്പെടുത്തിയ കമ്പനികൾ, ആളുകളുടെ പണം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഏരിയകളൊക്കെ ഒരുപാടുണ്ട്. ഈ ഒരുപാട് ഏരിയകൾ ഉണ്ടായിട്ടും അവിടെ ഒന്നും ഇവരുടെ ആരുടെ സാന്നിധ്യം കാണാതെ 8 വർഷമായിട്ട് ഒരാൾക്ക് പോലും 100 രൂപ തെറ്റിക്കുക അല്ലെങ്കിൽ പറഞ്ഞ വാക്ക് തെറ്റിക്കുക ചെയ്യാത്ത ഒരു കമ്പനിയെ പറ്റിപ്പ് കമ്പനി, തട്ടിപ്പ് കമ്പനി എന്ന ഒരു മുദ്ര കുത്തിക്കൊണ്ട് ഇതിനെ പൂട്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് എന്തിന് എന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ ആലോചിച്ചാൽ ഇത് പൂട്ടാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ ഇത്തരം മെസ്സേജുകൾ വിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ആളുകൾക്കൊക്കെ ഇതൊക്കെ വായിക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള വിവരമുള്ള ആളുകളാണ് എന്നുള്ളതും കൂടി നിങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ കമ്പനീൻ്റെ അക്കൗണ്ടിലുള്ള പൈസ, അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. തൃശ്ശൂർ കോടതിയിൽ നിന്നും കേസ് കൊടുത്ത ആളുകൾക്ക് പൈസ കൊടുക്കാൻ വേണ്ടി വിധി വന്നു. ആ വിധിക്ക് അവർക്ക് പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞ് കമ്പനി ഹൈക്കോടതിയിൽ പരാതി കൊടുത്തു എന്നാ. അപ്പം കമ്പനി ആളുകൾക്ക് പൈസ കൊടുക്കുന്നതിന് എതിരാണ് എന്ന് വരൂലേ? അത് വരുത്താനാണ് അവിടെ ഉദ്ദേശിച്ചത്. കമ്പനി ആ ജഡ്ജ്മെന്റിൽ FIR ഇട്ടവർക്ക് എന്നൊരു വാക്ക് പോലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല. അതിലുള്ള നിക്ഷേപകർക്ക് എല്ലാവർക്കും തുല്യമായിട്ട് എന്നാണ്. അതല്ലാതെ ഒരു FIR ഇട്ടവർക്ക് പൈസ കൊടുക്കാനേ എന്നല്ല. പക്ഷേ നമ്മളവിടെ അപ്പീലിന് പോകാൻ കാരണം ഈ പൈസ ഗവൺമെന്റിൽ നിന്ന് നമ്മളെ കമ്പനിക്ക് തരുന്നതോ നമ്മളെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് തരുന്ന സബ്സിഡിയോ അല്ല. ഇത് ഞങ്ങളുടെ പണം കമ്പനീൻ്റെ അക്കൗണ്ടിൽ അവിടെ ഉള്ള പണമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് തന്നെ കിട്ടേണ്ട പണമാണ്. പക്ഷേ കമ്പനി പല പ്രൊജക്റ്റിൽ ഇറക്കി വെച്ച പൈസയും കൂടി ഞങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കമ്പനി വരിക തന്നെ വേണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ നിയമ പോരാട്ടം നടത്തുന്നത്. അതിനൊരു അന്തിമ വിധി വരും അല്ലെങ്കിൽ വരൂല, ഈ 2-1 അന്തിമമായിട്ട് ഏറ്റവും ടോപ്പ് എവിടെ അറ്റം പോയിട്ടാണോ അത് വരുന്നത് വരെ ഞങ്ങളെല്ലാവരും ഈ കമ്പനിയുടെ കൂടെ ഉണ്ടാകും. ഞങ്ങളെ ഇതുവരെ കമ്പനി പറ്റിച്ചിട്ടില്ല. ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പറ്റിക്കും എന്നുള്ള ലെവലിലാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ ഓക്കെ. പക്ഷെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു തട്ടിപ്പ് കമ്പനിയാക്കി മാറ്റുന്നതിൽ നമ്മൾക്ക് ലേശം പ്രയാസമുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ്. ഓക്കെ.